ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു എൻട്രി ഒക്കെ വേണമെങ്കിൽ ആവാവുന്നതാണ്. എന്നെ കാണാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ വെറും പ്രഹസനം, പി ജിയിൽ ടി വി ഉണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും പ്രഹസനമാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ പിന്നെ വന്നേക്കാണ്. എനിക്കറിയാം ഞാനിപ്പോൾ വീഡിയോസ് കുറച്ച് എന്താ പറയുക, കുറച്ച് ഇടവിട്ടാണ് ഇടുന്നത് എനിക്കറിയാം. ഗൈസ്, ഇവിടെ വയ്യായിരുന്നു കുറച്ച്. എനിക്ക് അറിയാൻ പാടില്ല. എനിക്കിങ്ങനെ വരും, അസുഖം വരും, പോവും. ഇത് തന്നെയാണ് പണി. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ടായി പോകുന്നത് കൊണ്ടാണ് ഇച്ചിരി ഡിലേ വരുന്നത്. പക്ഷെ ഇപ്പം എനിക്കുണ്ടല്ലോ, എനിക്ക് മറ്റന്നാളോട്ട് എക്സാം തുടങ്ങാം. എൻ്റെ അമ്മ പഠിച്ചെന്തൊക്കെയോ അതേ അമ്മയോട് ഞാൻ പറഞ്ഞേക്കുന്നത്, ഞാൻ 4 തവണ റിവിഷൻ കഴിഞ്ഞു, ഇനി ഒരു പ്രാവശ്യം കൂടെ റിവിഷൻ ചെയ്യണം, എന്നാൽ മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചേക്കണത്. അമ്മയാണെങ്കിൽ ഇന്നലെ വിളിച്ചിട്ടാണെങ്കിൽ നീ എന്നെ കളിയാക്കൊന്നും വേണ്ട, ഞാൻ പറയുന്ന കാര്യമായിട്ടൊക്കെ എടുത്താൽ മതി, നീ വലിയ കളിയാക്കിയിട്ടുള്ള വർത്താനൊക്കെ വേണ്ടെന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് പോയതാ. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മൾ 50K ഫാമിലിയൊക്കെ ആയല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു, നിങ്ങൾ കാരണമാണ് ഞാനിപ്പോൾ 50K ഫാമിലിക്കായി എത്തിയേക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ വന്നിട്ടൊരു കാര്യം പറയാം. നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. നിങ്ങളിപ്പോൾ തമ്മിൽ ഓൾറെഡി കണ്ടു കാണും. നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. അപ്പം നിങ്ങളുടെയൊക്കെ സ്നേഹവും കുറച്ച് സെൻറ്റിമെൻ്റലാവും കേട്ടോ. ആര് എൻ്റെ ഫ്രണ്ട്സും കാണുമ്പോൾ ചോദിക്കണ്ടേ, എടി എന്തുവാടി എന്നൊക്കെ ചോദിക്കണ്ട. പക്ഷേ ഇത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വികാരമാണ്. ഇവിടെ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിൽ നിന്ന് വരുന്ന വികാരം മാത്രമാണ്. ആൻഡ് ബാക്കിൽ കണ്ടോ പാത്രങ്ങളൊക്കെയാണ്. ഇവിടെ ഇങ്ങനെ ഞാൻ ട്രൈപോഡ് ഉപയോഗിക്കാണ്, ഞാൻ ഇങ്ങനെ കറങ്ങിയാണ്. ഞാൻ ഓർത്ത് നോക്കിയേ, അത് തോർത്താണ് ഗൈസ്, വേറെ ഒന്നുമല്ല, തോർത്ത് നോക്കിയിട്ടേക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. ഇപ്പം എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 7-8 മാസത്തോളമായി. ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ്. എനിക്കറിയാം ചില സമയത്ത് എനിക്ക് എല്ലാ ദിവസവും വന്ന് തല കാണിച്ചിട്ട് പോകാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പണ്ടത്തെ അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് വിശേഷങ്ങൾ പറയാൻ പറ്റുന്നില്ല എന്നറിയാം. പക്ഷേ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. മറ്റന്നാൾ എക്സാം തുടങ്ങിയാലും എക്സാം അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ വരും. എക്സാമിന് പാസ്സാണ് കേട്ടോ, വേറെ വഴിയില്ല. എക്സാമിന് പാസ്സായില്ലെങ്കിൽ അമ്മ ചൂലും കൊണ്ട് എടി ചിന്നു എന്ന് പറഞ്ഞിട്ട് വരും. അപ്പം എന്തായാലും നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. എൻ്റെ യൂട്യൂബ് ഇൻകം ഒക്കെ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഇപ്പോഴേ പറയണമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്തായാലും 7-8 മാസം എടുത്തു കേട്ടോ ഒന്ന് ഈ ഒരു നമ്മളിപ്പോഴത്തെ ഉള്ള പോലത്തെ ഫാമിലിയിലേക്ക് എത്താനും നിങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഇങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റാനും ഒക്കെ ഇച്ചിരി അധികം സമയം എടുത്തു. എന്തായാലും പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ഇൻകം ഞാൻ എന്താ ചെയ്യുക ആലോചിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയണോ, അല്ലെങ്കിൽ വേറൊരു 100K ഒക്കെ ആകുമ്പോഴാണോ പറയേണ്ടത്? ബിക്കോസ് എൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ ഇങ്ങനെ വന്നിട്ട് എന്താ പറയുക പറഞ്ഞിട്ടുണ്ട്, എന്താണ് യൂട്യൂബ് ഇൻകം കിട്ടിയോ, എന്താ ഞങ്ങളോടൊന്നും പറയാത്ത ഇൻകം കിട്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുവാണ്, ഞാൻ പറയണോ, എന്താ ഞാൻ ചെയ്യണ്ടേന്നുള്ളത്. എന്താ ചെയ്യേണ്ടത്? അതിന് മുമ്പ് എൻ്റെ Q&A വരുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചായിരുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഫിൽട്ടർ ചെയ്ത് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. ഓൾസോ ഒരു കാര്യം കൂടെ പറയാൻ മറന്നു, ഞാൻ കമൻറ്റ്സിൽ ഇങ്ങനെ കാണുന്നുണ്ട്, നീ എന്താ പറയുക, നിനക്ക് നാണോ ഇല്ല, നീ അഡ്വക്കേറ്റ് ആണെന്ന് പറയാൻ, നിനക്ക് എന്ത് ക്വാളിഫിക്കേഷനോ അല്ല, ഒരു സൈഡിൽ നിനക്ക് നാണോ ഇല്ല, നീ അഡ്വക്കേറ്റ് ആണെന്ന് പറയാം, ഒരു സൈഡിലാണെങ്കിൽ നിനക്ക് എന്ത് ക്വാളിഫിക്കേഷനോ ഉള്ളത്, നീ എവിടെ നിന്ന് വന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് പറയാം, ഇങ്ങനെ ലൈക്ക് എന്നെ പറ്റി ഇങ്ങനെ പറയല്ലോ, ഒന്നിനും കൊള്ളത്തില്ല, എന്ത് പഠിപ്പാണ് ഇവളൊക്കെ പഠിച്ചേക്കുന്നത്, ഒന്നുമില്ല, ഇവളിങ്ങനെ വെറുതെ ഡ്രസ്സ് ഇട്ട് വെറുതെ മാറ്റുന്നതാണോ ഇവളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ 10th CBSE ബോർഡിൽ നിന്ന് ഫുൾ A+ ഒക്കെ കൂടെ പാസ്സായതാണ്. +1 +2 ഞാൻ സ്റ്റേറ്റ് ബോർഡിലേക്ക് കലോത്സവത്തിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സ്റ്റേറ്റ് ബോർഡിലേക്ക് മാറിയതാണ്. ഇപ്പം ഞാനിത് നിങ്ങൾ പറയണല്ലോ, എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. കുറച്ച് തള്ളാന്ന് തോന്നിയാലും കുഴപ്പമില്ല, കുറച്ച് തള്ളാന്ന് തന്നെ തോട്ടെ, അതിന് വേണ്ടി തന്നെ ഞാൻ പറയുന്നതാണ്. അപ്പം +1 +2 നമുക്കറിയാം സ്റ്റേറ്റ് ബോർഡിലേക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ +1 പബ്ലിക് എക്സാമാണ്, +2 പബ്ലിക് എക്സാമാണ്. അപ്പോൾ എനിക്ക് +1 ഗ്രേസ് മാർക്കൊന്നും ഇല്ലായിരുന്നു, എനിക്ക് സ്റ്റേറ്റ് വരെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഗ്രേസ് മാർക്കൊന്നും ഇല്ലാണ്ട് തന്നെ എൻ്റെ എല്ലാ സബ്ജക്ട്സിലും 7 മാർക്കേ പോയിട്ടുള്ളൂ ടോട്ടൽ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 560 തന്നെയാണെന്ന് തോന്നുന്നു, ഓർ 540 ഐ ഹാഡ് 533 മാർക്സ്. നിങ്ങളോട് ഈ പറഞ്ഞവരോടാണ് ഞാൻ പറയുന്നത്. +2 എനിക്ക് ഫുൾ മാർക്കായിരുന്നു, +2 എനിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ ക്രൈസ്റ്റ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി വന്നിട്ട് LLB BBA LLB 5 വർഷത്തെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാണ്. അതാണ് എൻ്റെ ഡിഗ്രി. ഇൻ്റഗ്രേറ്റഡ് 2 ഡിഗ്രി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാണ് LLM. ഓക്കെ, അറിയേണ്ടവർക്കൊക്കെ അറിഞ്ഞല്ലോ. ഇനി വേറെ എന്തെങ്കിലും ഞാൻ എടുക്കണോ പോയിട്ട്?
വേണം ഞാൻ PhD കൂടെ എടുക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മാത്രം ഇരിക്കുമല്ല എന്ന് ജസ്റ്റ് പറയണമെന്നുണ്ടായിരുന്നു. ശരി, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിട്ട് നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് തെന്നി മാറിപ്പോയി. അപ്പോൾ എന്താണേലും ഞാൻ ഓർത്തു നിങ്ങളോടൊന്ന് താങ്ക്സ് ഒക്കെ പറയാം. യൂട്യൂബ് ഇൻകം നമുക്ക് വഴിയെ പറയാം. ഇത്ര കാലം എടുത്തു, എന്തായാലും കുറച്ചധികം പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വെരിഫിക്കേഷൻ അത് എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ഒരു ടയറിങ് ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. പക്ഷെ ഫൈനലി നമ്മൾ മോണിറ്റൈസ്ഡ് ആയി. താങ്ക് യു സോ മച്ച് ഗൈസ്. അത് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ, വേറെ ഒന്നുമല്ല. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ, ലവ് യു ഓൾ, ലവ് യു ഓൾ. കീപ് സപ്പോർട്ടിങ്. ഓരോരോ കുസൃതി ഡാൻസും പാട്ടും നമ്മുടെ ഡെയിലി ലൈഫ് വ്ളോഗ്സും മേക്കപ്പ് ഫാഷനും എല്ലാമായിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് മീ. ലവ് യു ഓൾ, ലവ് യു ഓൾ, ലവ് യു ഓൾ, ലവ് യു ഓൾ. ഓക്കെ, ബൈ.